ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക് കിടക്കുന്നു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ജുലാന മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ പേരും ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേസമയം ബജ്രംഗ് പൂനിയയെ കിസാൻ കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, തങ്ങൾ സമരം ചെയ്ത കാലത്ത് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയ പാർട്ടിയോടൊപ്പം ചേർന്ന് രണ്ടുപേരും ചേർന്നതിന് ഒരു ദിവസം തികയുന്നതിന് മുൻപ് തന്നെ അവരെ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക് പാർട്ടി തന്നെ നയിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ അതിൽ വിനേഷ് ഫോഗട്ട് ഉൾപ്പെടുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ. തീർച്ചയായും പ്രവിത സൂചിപ്പിച്ചതുപോലെ ഇന്ന് AICCയിലെത്തിയാണ് ഇരുവരും കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യഘട്ട പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ 31 പേരുടെ പേരുകൾ അടങ്ങിയതാണ് ആദ്യഘട്ട പട്ടിക. ഒപ്പം തന്നെ മറ്റു പട്ടിക ഒരുപക്ഷെ 2 ദിവസത്തിനുള്ളിൽ മറ്റ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് കൂടി നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ പോലും ഈ ആദ്യഘട്ട പട്ടികയിൽ തന്നെ വിനേഷ് ഫോഗട്ടിന്റെ പേരുണ്ട്. ജുലാന മണ്ഡലത്തിൽ നിന്ന് വിനേഷ് ഫോഗട്ട് മത്സരിക്കും. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബജ്രംഗ് പുനിയയ്ക്കും കിസാൻ സഭയുടെ ഒരു പ്രധാന ചുമതല തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഹൂഡയും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ള, അതായത് 2-3 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഇലക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് ഇരുവരുടെയും ഈ അംഗത്വത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ തന്റെ ഏറ്റവും മോശമായ സമയത്ത് തനിക്കൊപ്പം ഉണ്ടായിരുന്നത് കോൺഗ്രസ് ആണ് എന്നാണ് വിനേഷ് ഫോഗട്ട് പറഞ്ഞിരുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഘട്ടങ്ങളിലാണ് നമുക്ക് ആരൊക്കെയാണ് നമുക്കൊപ്പം ഉണ്ടാവുക എന്നത് കൂടി അറിയാൻ കഴിയുമെന്നും വിനേഷ് ഫോഗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ റെസ്ലിംഗിൽ താൻ തന്റെ പരമാവധി ശ്രമിച്ചിരുന്നു. പക്ഷെ തന്നെ ദൈവം നിയോഗിച്ചത് ജനങ്ങളെ സേവിക്കാനായിരുന്നുവെന്നായിരുന്നു ഈ അംഗത്വം സ്വീകരിച്ചതിന് ശേഷം വിനേഷ് ഫോഗട്ടിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് അല്പസമയം മുൻപ് 31 പേരുടെ പേരുകൾ അടങ്ങിയ ആദ്യഘട്ട പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ മറ്റ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് കൂടി നമുക്ക് അറിയാൻ കഴിയും. അതേസമയം ഹരിയാനയിൽ മറ്റ് ചൂടുപിടിച്ച ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയുമായി ഒരു സഖ്യമുണ്ടാക്കാനുള്ള സാധ്യതകളും നേതാക്കൾ തേടുന്നുണ്ട്. പക്ഷെ അതേസമയം ആ സഖ്യ സാധ്യതകൾ ഇപ്പോഴും വിദൂരമാണെന്ന തരത്തിലുള്ള ചില സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്താണെങ്കിലും ആദ്യഘട്ട പട്ടിക പുറത്തു വന്നിരിക്കുന്നു. നാളെ തന്നെ മറ്റ് സ്ഥാനാർത്ഥികൾ ഒരു പക്ഷേ ആരെന്ന് കൂടി നമുക്ക് അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, വിനീത വിജിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. വിനേഷ് ഫോഗട്ടിനെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ കൃത്യമായ സന്ദേശം മറുപക്ഷത്തിന് നൽകുകയാണ് ആ പാർട്ടി.